നമസ്കാരം. ഞാൻ ഡോക്ടർ നീറ്റ ജോസഫ്. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇടുന്നത്. എക്സ്ക്ലൂസീവ്ലി ഇതിനു വേണ്ടി ഷൂട്ട് ചെയ്തിട്ട് ഇടുന്നത്. അതല്ലെങ്കിൽ എന്തൊക്കെയോ ഇൻ്റർവ്യൂ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5 വർഷത്തിന് ശേഷമാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 5 വർഷം ഞാൻ മസ്കറ്റിലായിരുന്നു. ഇപ്പം ഞാൻ കൊച്ചിയിൽ ചെന്മയ വിശ്വവിദ്യാപീഠ് ഡീം ടു ബി യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് സൈക്കോളജി അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ കൊച്ചിയിലാണ്. അപ്പോൾ എനിക്ക് ചില കാര്യങ്ങൾ ഞാൻ മസ്കറ്റിലായിരുന്ന സമയത്ത് ഞാൻ ചില കാര്യങ്ങൾ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ വീഡിയോസ് ചെയ്യണം അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവിടെ ആയിരിക്കുമ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ ഒരു കാര്യം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോണ കാര്യം എനിക്കിപ്പോൾ തോന്നിയത് ഇതിനെക്കുറിച്ചൊന്ന് ഒരു വീഡിയോ ഇടണം എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ഒരു മരണ വീട്ടിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. എനിക്ക് വളരെ അടുത്ത ഒരു വ്യക്തിയുടെ പേരൻറ്റ് മരിച്ചിട്ട് അവരുടെ വീട്ടിലേക്ക് ഞാൻ പോയേക്കായിരുന്നു. ഞാൻ അവിടെ ആയിരിക്കുന്ന സമയത്ത് അവർ ഭയങ്കര വിഷമത്തിലായിരുന്നു. കാരണം അവർക്ക് ഭയങ്കരമായിട്ട് അവർ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു അവരുടെ ഫേവറേറ്റ് പേരൻ്റായിരുന്നു മരിച്ചത്. അപ്പോൾ അവർ ആകെ തകർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അവരുടെ ഫ്രണ്ട്സും കൂടെ ജോലി ചെയ്യണവരും ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ ഇവർ പലരും ഇങ്ങനെ മാറി അവരുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, കരയരുത്, യു ഷുഡ് ബി ക്രൈങ്, യു ഷുഡ് ബി ബ്രേവ്, വി വോണ്ട് ടു സീ ദ കറേജസ് പേഴ്സൺ ദാറ്റ് യു ആർ, ആൻഡ് വാട്ട് അബൌട്ട് യുവർ ചിൽഡ്രൻ, ദേ വിൽ ബി സാഡ് സീയിങ് യു ക്രൈ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പരമാവധി കരച്ചിൽ നിർത്താനായിട്ട് പറയായിരുന്നു. അതുപോലെ ഇവർ വേറൊരു വ്യക്തി അവിടെ ആ വീട്ടിലേക്ക് വന്നപ്പോൾ ആ വ്യക്തി ഇവരുടെ അടുത്ത് പോയിരുന്ന് ജസ്റ്റ് ഒന്ന് കൈപിടിച്ച്, സാരില്ല, കരഞ്ഞോളൂ, ഇതല്ലേ ഒരു വഴി, നമുക്ക് സങ്കടം തീരാനായിട്ടുള്ള ആകെയുള്ള വഴി ഇതേ ഉള്ളൂ, കരഞ്ഞോളൂ, കരഞ്ഞു തീർത്തോളൂ എന്ന് പറഞ്ഞു. ലെറ്റ് ഇറ്റ് ഓൾ ഔട്ട്, ലെറ്റ് us ജസ്റ്റ് ആക്സെപ്റ്റ് ദ സിറ്റുവേഷൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറേ നാൾക്ക് ശേഷം ഞാൻ ഇവർ പിന്നെയും കണ്ടപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്താ നിങ്ങൾക്ക് തോന്നിയത് ഇവർ കരച്ചിൽ നിർത്താനൊക്കെ പറയുമ്പോൾ? അപ്പോൾ അവർ പറഞ്ഞു, ഷിയർ സ്റ്റുപ്പിഡിറ്റി പോലെയാണ് തോന്നിയത്. കാരണം ആ നേരത്ത് ഒരു വ്യക്തി അത്രയും ഡീപ്ലി സോറോഡ് ആയിട്ടുള്ളൊരു സമയത്ത് ആ വ്യക്തി എങ്ങനെയാണ് പിന്നെ പെരുമാറേണ്ടത്? ആ വ്യക്തിയുടെ ഇമോഷൻസ് എന്തായിരിക്കും? ആ വ്യക്തിക്ക് ഇമോട്ട് ചെയ്യാനുള്ള ആകെയുള്ള വഴി കരച്ചിലായിരിക്കാം. അപ്പോൾ ആ ഒരു ഇനീഷ്യൽ സ്റ്റേജ് ഓഫ് ഷോക്കായിരിക്കാം നമ്മളൊരു ബാഡ് ന്യൂസ് കേൾക്കുമ്പോൾ. അതിന് ശേഷം അത് ആക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള വഴി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സങ്കടം ഒഴുക്കി തീർക്കുക, കണ്ണീരോട് ഒഴുക്കി തീർക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാൻ പറ്റുക. മറ്റുള്ളവർക്ക് ചിലപ്പോൾ ഇത് എപ്പോഴും ആ സങ്കടം കണ്ടുകൊണ്ടിരിക്കാൻ വയ്യാത്ത കാരണം അവർ പറയണതായിരിക്കാം. ബട്ട് വി ഹാവ് ടു ബി കെയർഫുൾ ദാറ്റ് വി അലൗ ദ പേഴ്സൺ ടു ആക്സെപ്റ്റ്. കാരണം ഇത് ആ സമയത്ത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നങ്ങളുണ്ടാവാം. ഈ അയൺ ഫേസ് അല്ലെങ്കിൽ സ്റ്റീലായിട്ട് ഒരു തുള്ളി കണ്ണീരിറക്കാണ്ട് കണ്ണീര് വരാണ്ടും കരയാണ്ടും ഒക്കെ നിൽക്കണവരെ പലരും ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ട്. അവർ തീരെ കരഞ്ഞില്ല, ഭയങ്കര സ്ട്രോങ് ആയിട്ട് നിന്നു എന്നൊക്കെയുള്ള വർത്തമാനങ്ങൾ എനിക്ക് തോന്നുന്നത് നമ്മൾ നിർത്തേണ്ട സമയമാണ്. കാരണം ആ ഒരു കാര്യത്തിനെ നമ്മൾ ഗ്ലോറിഫൈ ചെയ്യുമ്പോൾ ആ വ്യക്തി മിക്കവരും വിചാരിക്കുക നമ്മളങ്ങനെ കരയാണ്ട് നിൽക്കണം എന്നുള്ളതാണ്. പക്ഷെ ആ ഒരു നമ്മുടെ മാനസിക ആരോഗ്യത്തിന് എപ്പോഴും അങ്ങനൊരു ദുഃഖത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കരയിലല്ലാണ്ട് അതിനോളം ഹെൽത്തി ആയിട്ടുള്ളൊരു റിയാക്ഷൻ വേറെ ഇല്ല. ചിലപ്പോൾ ആ നേരത്തെ ഈ വ്യക്തി സങ്കടപ്പെടുന്നുണ്ടാവില്ല, പക്ഷെ പിന്നീട് അവർക്ക് അതൊരു വലിയ മെൻ്റൽ ഹെൽത്തിനെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയായിട്ട് മാറാം, ഒരു പോസ്റ്റ് ട്രോമയായിട്ട് മാറാം, അതല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ ഡിപ്രഷനായിട്ട് മാറാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം ഒരു മരണ വീട്ടിലേക്ക് പോകുമ്പോൾ.
അതുപോലെ ചിലപ്പോൾ അവർ പറയാം എനിക്ക് ഒറ്റയ്ക്കിരിക്കണം, എനിക്ക് ഒറ്റയ്ക്കിരുന്നാൽ ഒരു സമാധാനം കിട്ടും. അപ്പോൾ അവരെ ഒറ്റയ്ക്ക് ഇരുത്താം, പക്ഷേ വി ഹാവ് ടു ബി കോഷ്യസ് അവർ വേറെ വല്ല ഡേഞ്ചറസ് സ്റ്റെപ്സ് എടുക്കാണ്ടിരിക്കാനായിട്ട്. കാരണം സങ്കടത്തിൻ്റെ പുറത്ത് ആർക്കും എന്താ തോന്നുക എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഈ കാര്യങ്ങൾ ഒക്കെ ശ്രദ്ധിക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഈ വീണ്ടും വീഡിയോസ് ഇടാനായിട്ടൊക്കെ പ്രേരിപ്പിക്കുന്ന കുറേ കൂട്ടുകാരും വ്യൂവേഴ്സും കൊളീഗ്സും ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ എൻകറേജ്മെൻറ്റിന് ഐ എം സോ താങ്ക്ഫുൾ. ആൻഡ് ഐ ഹോപ്പ് ഞാൻ കൺസിസ്റ്റൻ്റ്ലി ഞാൻ ഇനി വീഡിയോസ് ഇട്ട് തുടങ്ങണം എന്നുള്ളത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് നമസ്കാരം.